T20 ലോകകപ്പ് ഫൈനലിൽ കിവികളുടെ കന്നിക്കിരീടം എന്ന വലിയ മോഹം തല്ലി തകർത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. തുടർച്ചയായി T20 ലോക കിരീടം നിലനിർത്തുന്ന ടീമുമായി ഇന്ത്യ മാറി. 140 കോടി ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തി വിശ്വകിരീടം നെറുകയിൽ നൽകിയ സൂര്യകുമാർ യാദവ് നയിച്ച ചുണക്കുട്ടികൾ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ രോമാഞ്ചം നിറയുന്ന കഴിഞ്ഞ ദിവസത്തെ ഓർമ്മ ഇപ്പോഴും നമ്മുടെ ചിന്തയിലും മനസ്സിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കരുത്തരായ കിവീസിനെ തകർത്ത് ആ നീലക്കുപ്പായക്കാർ ലോക കിരീടം ഉയർത്തുമ്പോൾ ഇത് കേവലം ഒരു വിജയം മാത്രമല്ല, നേരെ മറിച്ച് ഒരു പോരാട്ട വീര്യത്തിന്റെ സമാനതകളില്ലാത്ത ചരിത്രം കൂടിയാണ്. ഈ വിജയത്തിനിടയിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മലയാളി മുഖമുണ്ട്, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു എന്നായിരുന്നു ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഞ്ജു സാംസൺ പ്രതികരിച്ചത്. സത്യത്തിൽ അതൊരു സ്വപ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം അവഗണനകൾ, പരിഹാസങ്ങൾ, അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ കടന്നു വന്ന ഒരാളാണ്. എത്രയോ തവണ പടിവാതിൽക്കൽ വെച്ച് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. എത്രയോ കാലം സൈഡ് ബെഞ്ചിലിരുന്ന് മറ്റുള്ളവരുടെ വിജയം നോക്കി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഒരിക്കൽ പോലും സഞ്ജു തളർന്നില്ല. ഏറ്റവും ഒടുവിൽ കിവികളെ തകർത്ത് ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ ആ വിജയഗാഥയിൽ സഞ്ജുവിന്റെ പേര് ഇങ്ങനെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൂടെയുണ്ടെങ്കിൽ ഈ കാലം നിങ്ങൾക്കായി നീതി കരുതി വയ്ക്കുമെന്ന് ഈ പോരാളി നമുക്ക് കാട്ടിത്തരികയാണ്. ആകാശത്തോളം ഉയരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ വിജയത്തിന്റെ ഈ മധുരവുമായി നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. Winning the ICC T20 World Cup for the second time, ladies and gentlemen, Suryakumar Yadav and Team India. സൂപ്പർ സൺഡേയിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 3ാം തവണയും T20 ലോകകപ്പ് ഉയർത്തി ടീം ഇന്ത്യ. കലാശപ്പോരിൽ ന്യൂസിലൻഡിനെ തകർത്തത് 96 റൺസിന്. ജസ്പ്രീത് ബുംറ കളിയിലെ താരം, സഞ്ജു സാംസൺ ടൂർണമെന്റിലെ താരം. സ്വപ്ന നേട്ടമെന്നും നിർണായക ഘട്ടങ്ങളിൽ താങ്ങായ സച്ചിന്റെ ഉപദേശങ്ങൾക്ക് നന്ദിയെന്നും ഫൈനലിലെ ടോപ്പ് സ്കോററായ സഞ്ജു. മുസ്തഫ ഖമനിയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച് ഇറാൻ പണ്ഡിത സഭ. അംഗീകരിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ബാരലിന് $100. 8ാമത്തെ സൈനികരും മരിച്ചതായി സ്ഥിരീകരിച്ച അമേരിക്ക. 10ാം ദിവസവും കനത്ത ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചത് ഉഴമലയ്ക്കൽ സ്വദേശികളായ ശ്രീലാൽ, ബിനോയ്, രാജേഷ് എന്നിവർ. ഒരാളുടെ നില ഗുരുതരം. അമിത വേഗത അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കും. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം ആദ്യ ദിനം സഭയിലെത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരുസഭകളിലും ഇന്ന് പ്രസ്താവന നടത്തും. രാവിലെ NDAയും പ്രതിപക്ഷ സഖ്യ നേതാക്കളും പ്രത്യേക യോഗം ചേരും. മൂന്ന് ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനത്തിനെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നേരെ കൊൽക്കത്തയിൽ കരിങ്കൊടി പ്രതിഷേധം. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ. സംസ്ഥാനത്ത് നിയമസഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടർന്ന് LDFും കോൺഗ്രസും. സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കേരള കോൺഗ്രസ് നിലപാട് UDFിന് തലവേദന. CPI സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി കൊച്ചി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ രാത്രി ഇപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും T20 ലോകകപ്പ് കിരീടം ഇന്ത്യ നിലനിർത്തുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന കലാശപ്പോരിൽ 96 റൺസിനാണ് ന്യൂസിലൻഡിനെ ഇന്ത്യ തകർത്തത്. അങ്ങനെ 3ാം തവണയും T20 ലോക കിരീടം ടീം ഇന്ത്യ ഉയർത്തുകയുണ്ടായി. ജസ്പ്രീത് ബുംറയാണ് ഫൈനലിലെ താരമായത്. അതേസമയം ടൂർണമെന്റിന്റെ താരമായി മലയാളി താരം സഞ്ജു സാംസൺ. കേവലം 3 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു സാംസൺ തന്നെയാണ് ഈ അവസാന മത്സരത്തിലെ താരം. മാത്രവുമല്ല ടൂർണമെന്റിന്റെ താരമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ടീമിൽ ഇടം നേടിയെങ്കിൽ പോലും മത്സരത്തിന് അവസരമുണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട നിർണായക 3 മത്സരങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ്, അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ
ഇംഗ്ലണ്ട് ഏറ്റവും ഒടുവിലിത ഫൈനൽ പോരാട്ടം. 3 മത്സരങ്ങളിലും മികച്ച സ്കോർ കണ്ടെത്താൻ സഞ്ജു സാംസണ് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്നായിരുന്നു ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സഞ്ജു പ്രതികരിച്ചത്. എന്തായാലും വളരെ ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ആ റിപ്പോർട്ടുകൾ Winning the ICC T20 World Cup for the second time, ladies and gentlemen, Surya Kumar Yadav and Team India. അഹമ്മദാബാദിനെ നീലക്കടലാക്കി ടീം ഇന്ത്യ. ബാറ്റിംഗിലും ഫീൽഡിംഗിലും ബൌളിംഗിലും ഒരുപോലെ ആധിപത്യം പുലർത്താനായതോടെ തുടർച്ചയായ 2ാം ലോക കിരീടമെന്ന ചരിത്രത്തിലേക്ക് സൂര്യകുമാറും സംഘവും നടന്നുകയറി. കിരീടം സ്വന്തമാക്കുന്ന ആതിഥേയ രാജ്യമായി ഇന്ത്യയും മാറി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ മലയാളി താരം സഞ്ജു സാംസന്റെ ഇന്നിംഗ്സിന്റെ കരുത്തിൽ 20 ഓവറിൽ 255 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. T20 ലോകകപ്പ് ഫൈനലിൽ ഒരു കളിക്കാരന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡോടെ വിരാട് കോഹ്ലിയുടെ ലോകകപ്പ് റെക്കോർഡുകൾ പഴങ്കഥയാക്കി സഞ്ജു സാംസൺ. 45 പന്തിൽ 89 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറി. Itself is very big for me. I need to enjoy it right now and then I think after few days we'll figure out what next to do. 25 പന്തിൽ 54 റൺസുമായി ഇഷാൻ കിഷനും 21 പന്തിൽ 52 റൺസുമായി അഭിഷേക് ശർമ്മയും സഞ്ജുവിന് മികച്ച പിന്തുണ നൽകി. മറുപടി ബാറ്റിംഗിനിറങ്ങി ന്യൂസിലൻഡ് ഇന്ത്യൻ ബൌളിംഗ് കരുത്തിനു മുന്നിൽ പതറി. ജസ്പ്രീത് ബുംറ കിവീസിന്റെ നട്ടലൊടിച്ച് കളിയിലെ താരമായി. ജസ്പ്രീത് ബുംറ 4ഉം അക്സർ പട്ടേൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി. അർദ്ധ സെഞ്ചുറിയുമായി ടീം സ്റ്റീഫർട്ടും 43 റൺസുമായി മിച്ചൽ സാറ്റ്നറും പൊരുതിയെങ്കിലും 19 ഓവറിൽ 159 റൺസിന് കിവീസ് ഓൾ ഔട്ട് ആവുകയായിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഏതൊരു വ്യക്തിയുടെയും വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാതാപിതാക്കളായിരിക്കും. പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ കാര്യത്തിൽ അത് പറയേണ്ട കാര്യമില്ല. സഞ്ജുവിൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ക്രിക്കറ്റ് പരിശീലനത്തിനുമൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് വഹിച്ച പങ്ക്, അദ്ദേഹത്തിൻ്റെ പിതാവ് സഞ്ജുവിനെ കൊണ്ടുപോയതൊക്കെ പലതവണ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മകൻ്റെ വിജയത്തിൽ വലിയ സന്തോഷമെന്നും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിജയം നേടാൻ സഞ്ജുവിന് കഴിഞ്ഞതായും പിതാവ് സാംസൺ പറയുകയാണ്. അവസരം ലഭിച്ചപ്പോൾ അവൻ കളിയിലേക്ക് വന്നതായും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയിലെ ഓരോ ആളുകളിലും ആവേശം നിറച്ചതാണ് സഞ്ജുവിൻ്റെ മാച്ച്. സഞ്ജുവിൽ ഈ ആവേശം നിറച്ച ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. സഞ്ജുവിൻ്റെ അച്ഛൻ സാംസൺ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരുകയാണ്. സഞ്ജുവിൻ്റെ ഈ ജയം അത് അവകാശപ്പെട്ടത് അങ്ങേക്കും അങ്ങയുടെ പ്രിയ പത്നിക്കും അങ്ങയുടെ കുടുംബത്തിനുമാണ്. എത്രത്തോളം ആവേശമാണ്, എത്രത്തോളം സന്തോഷമാണ്? ഭയങ്കര സന്തോഷമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളിങ്ങനെ ഭയങ്കരമായി സന്തോഷിക്കുന്ന അട്ടഹാസം കാണിക്കുന്ന ഒരു ടീമേ അല്ല. സന്തോഷമുണ്ട്, അത് ഉള്ളിലും എല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു, സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത. അത് തന്നെയാണ് വലിയ ആവേശം കാണിക്കാതെ കഴിഞ്ഞ 3 കളികളിൽ കൃത്യമായി ഇന്ത്യയെ നയിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അവനവൻ്റെ കളി തിരിച്ചു വന്നു. അവൻ രാജ്യത്തിന് വേണ്ടി നല്ലൊരു കളി കാഴ്ചവെച്ചു. 3 കളി ഒരേപോലെ കൺസിസ്റ്റൻ്റായിട്ട് രാജ്യത്തിന് വേണ്ടി കളിച്ചു. രാജ്യത്തിന് ഇങ്ങനെ ഒരു ഇതിൽ അവനൊരു ഭാഗമായി. രാജ്യം വേൾഡ് കപ്പ് അടിക്കുമ്പോൾ അതിനകത്ത് അവനൊരു പ്രധാന പാർട്ടായില്ലേ. അതുതന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. സെഞ്ചുറിക്ക് പിറകെ പോകാനുള്ള ഒരു കാര്യം കാണിക്കാതെ രാജ്യത്തെ ഒന്ന് സേഫാക്കി നിർത്താൻ. എന്ത് സെഞ്ചുറി? നമ്മുടെ അക്ഷർ പട്ടേൽ അനിയൻ വരെ ബമ്പൻ ബാറ്റിംഗ് ഇങ്ങനെ കാത്തിരിക്കല്ലേ. ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞത് ഇങ്ങനെ കാത്തിരിക്കുക. അവിടെ കൊട്ടിക്കളിക്കേണ്ട കാര്യമില്ലല്ലോ. നീ അടിച്ച് നിന്നാൽ കഴിയുന്ന അടിച്ചെടുത്തിട്ട് പോ, അടുത്ത പുറകരിപ്പുണ്ട് ഇല്ലേ. എല്ലാവരും മറ്റേ ഒരു സെഞ്ചുറിക്ക് വേണ്ടി നീ 2-3 ബോൾ വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നീ അടിച്ചിട്ട് പോ. കിട്ടിയ സെഞ്ചുറി, അടിക്കാൻ ശ്രമിച്ച് കിട്ടിയ സെഞ്ചുറി. ഇപ്പോഴും അവൻ എന്ത് ചെയ്ത് അവനെ അവിടെ ക്യാച്ചായി. അത് ഓടി വന്നാണ് ക്യാച്ച് എടുത്തത്. അവൻ അടിച്ചത് ആ ബോൾ 89 നിന്നിട്ട് അവൻ 6 വേണ്ടി അടിച്ചത് തന്നെയാണ്. ഇങ്ങനെ റൺ ചെയ്ത് സ്ട്രെയിറ്റ് ആണ്. അത് ആ അടി സ്ട്രെയിറ്റ് ആണ്. അങ്ങനെ ഒരു അടി ക്രിക്കറ്റിൽ ക്യാച്ചിന് ചാൻസ് ഇല്ല. പക്ഷെ അവരത്രയും അവരുടെ ഫീൽഡിങ് കണ്ടില്ലേ ന്യൂസിലൻഡ് ഇന്നത്തെ ഫീൽഡിങ്. അവരൊരു 20-25 റണ്ണ് ഫീൽഡിൽ സേവ് ചെയ്തു ഇല്ലേ. ഭയങ്കര ഫീൽഡ് ചെയ്താണ് ഞാൻ. ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു ഒരു പക വീട്ടൽ തന്നെയാണ്. പക വീട്ടാതെ എൻ്റെ അടുത്ത് വരാക്കില്ല. പക വീട്ടണം. ഒരിടത്ത് പോയാൽ കളിച്ച് ജയിച്ചേ വരും. പിന്നെ നമ്മളെ തോപ്പിച്ചിട്ട് വന്നാൽ ഉറങ്ങാക്കില്ല. കഴിഞ്ഞ കളിയിലും അതിനുശേഷവും അത് കൃത്യമായിട്ട് സഞ്ജു പിന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ട്? ഇത് എപ്പോഴും പണ്ടേ സംസാരിക്കുന്ന വിഷയങ്ങളാണല്ലോ. ഇപ്പം പിന്നെ അവൻ വലിയ ആളായില്ലേ.
ബാല്യത്തിൽ ഉറക്കെഴുന്നേൽക്കുമ്പോൾ വിളി, പ്രാക്ടീസിന് പോകുമ്പോൾ വിളി, പ്രാക്ടീസിന് വന്നിട്ട് വിളി, മാച്ചിന് എല്ലാ പ്രാവശ്യം ചുമ്മാ വിളി വിളി വിളി. സഞ്ജുവിനോട് ഇപ്പോൾ വിളി കിട്ടുവാണെങ്കിൽ സഞ്ജുവിനോട് എന്താണ് പറയുക? അവനോട് പറയാനുള്ളതെന്ന് പറയുന്നത്, നീ ഒരു ക്രിക്കറ്ററായി ജന്മം കൊണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ നീ ക്രിക്കറ്റിൽ നടന്നു. ഇന്നുവരെ നീ പരാജയം എന്തെന്ന് കണ്ടിട്ടില്ല. ഈയിടയ്ക്ക് ഒരു 1.5 മാസം മുമ്പ് ന്യൂസിലൻഡ് അടുത്ത് പരാജയപ്പെട്ടു. ആ പരാജയം നീ തിരിച്ച് വീണ്ടെടുത്തു. നീ തിരിച്ച് ക്രിക്കറ്റിലോട്ട് തിരിച്ചു വന്നു. നിൻ്റെ ക്രിക്കറ്റിലോട്ട് നീ തിരിച്ചു വന്നു. അവൻ ക്രിക്കറ്റിൽ ജീവിക്കുന്നവനാണ്. സഞ്ജു ക്രിക്കറ്റിലാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവിതമല്ല ക്രിക്കറ്റിൽ ജീവിക്കുന്നത്. ആ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിടത്ത് വന്ന് വീണുപോയി. ഇങ്ങനെ ഭയങ്കരമായി പോയിക്കൊണ്ടെങ്കിൽ ഒരു കുഴിയിൽ വീണു. അത് ന്യൂസിലൻഡ്. ആ കുഴിയിൽ നമുക്ക് ഇറകേറി തിരിച്ച് ആ കുഴിയെ തന്നെ മൂടി. ഈ അവസരങ്ങൾ ലഭിക്കാതെ വന്നു. പിന്നീട് അവസരം കൃത്യമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ അവസരം അവന് കിട്ടുന്നുണ്ട്. അവൻ നന്നായി വരുന്നുണ്ട്. അവൻ നന്നായി രാജ്യത്തിന് വേണ്ടി ഇനിയും എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്യട്ടെ. അമ്മയ്ക്ക് എന്താണ് ഇപ്പം? അമ്മ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം അമ്മയുടെ ആരോഗ്യമൊക്കെ പറയല്ല, ഞങ്ങൾക്ക് ഭയങ്കര ആഹ്ലാദങ്ങളൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ആരോഗ്യമൊക്കെ അവർ കിടപ്പുണ്ട്. എൻ്റെ ഇവിടെ ആശുപത്രി ഇന്നലെയാണ് ഡിസ്ചാർജായി വന്നത്. വരാൻ പാടില്ലായിരുന്നു, കാരണം രോഗം കംപ്ലീറ്റ് മാറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. ഞാൻ വിളിച്ചിട്ട് ബേബിസറെ കയറി കണ്ടല്ലോ. എല്ലാവിധ ആശംസകളും ഒരു തവണ കൂടി. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം. ആ മത്സരം അത് ന്യൂസിലൻഡുമായി തന്നെ വേണം എന്ന് നേരത്തെ തന്നെ സഞ്ജു ആഗ്രഹിച്ചിരുന്നു. സഞ്ജു ആഗ്രഹിച്ചത് കിട്ടി. ആഗ്രഹിച്ചതുപോലെ തിരിച്ചു കൊടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നാണ് സഞ്ജുവിൻ്റെ അച്ഛൻ സാംസൺ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാലും കഴിഞ്ഞ ദിവസം സഞ്ജു ബാറ്റ് ചെയ്തപ്പോൾ കമൻറ്റേറ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സെൽഫ്ലെസ് ബാറ്റർ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 3 മത്സരങ്ങൾ പരിശോധിക്കുമ്പോൾ 88, 89, വീണ്ടും 89, അങ്ങനെ 3 സ്കോർ സെഞ്ചുറിക്ക് തൊട്ടടുത്താണ് സഞ്ജു പുറത്തായത്. പക്ഷേ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ മത്സരം എന്നുള്ളത് സഞ്ജു ആവർത്തിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ പിതാവും അത് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ സഞ്ജുവിൻ്റെ നേട്ടം വികാരാതീതനായി വലിയ സ്ക്രീനിൽ കണ്ടിരുന്ന 3 പേരാണ് എഡിസൺ, ജസ്റ്റിൻ, ഹോപ്കിൻസ് എന്നിവർ. വിഴിഞ്ഞം കടൽ തീരത്തെ ഗ്രൗണ്ടിൽ തങ്ങൾ പന്തെറിഞ്ഞു കൊടുത്ത കുട്ടി സഞ്ജുവിൻ്റെ ലോകകപ്പ് നേട്ടം ഇവർക്ക് വലിയ അഭിമാനം നൽകുന്നതാണ്. സഞ്ജുവിനെ കുഞ്ഞുനാൾ മുതൽ സഞ്ജുവിന് ബോൾ എറിഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഫുട്ബോളേഴ്സാണ്. അപ്പം ഞങ്ങൾ ഫുട്ബോൾ കളിച്ച് വരുമ്പോൾ റെസ്റ്റ് ടൈമിലാണ് സഞ്ജുവിന് ബോൾ എറിഞ്ഞു കൊടുക്കുന്നത്. അന്ന് സഞ്ജു എന്ന് പറയുമ്പോൾ വെറും 9 വയസ്സ് 8 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമാണ്. അപ്പോൾ അന്നത്തെ സഞ്ജുവിനെ കഴിഞ്ഞ ശേഷം ഇന്ന് ഈ ബിഗ് സ്ക്രീനിൽ ഇന്ത്യൻ ജേഴ്സിക്ക് വേണ്ടി വേൾഡ് കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ശരിക്കും നമ്മൾ ഒരു ഗൂസ് ബമ്പ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലാണ്. പിന്നെ ഇന്നത്തെ മാച്ച് ഓക്കെ, ഫ്രം ദ ഫസ്റ്റ് ബോൾ നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം ഫസ്റ്റ് ഓവറിൽ തന്നെ നേരെ സ്കോറിങ് വരുന്നില്ല, ഒരു ഡിഫെൻസീവാണ്. അപ്പോൾ പക്ഷെ 5ാമത്തെ ബോളിൽ തന്നെ സഞ്ജു എന്താണെന്നുള്ളത് എഗെയിൻ സ്റ്റാർട്ട്. പിന്നെ ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല. സഞ്ജു തുടങ്ങി വെച്ചു, അഭിഷേക് വർമ്മ കണ്ടിന്യൂ ചെയ്തു, ഇഷാൻ ഏറ്റെടുത്തു, പിന്നെ അങ്ങോട്ട് ഒരു ഘോഷയാത്രയായിരുന്നു. ബട്ട് ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഫൈനലായിട്ടൊന്ന് ആ ഒരു ഫൈനൽ മാച്ചിൻ്റെ ആ ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ്നെസ്സോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇതിൽ നമ്മുടെ ഇന്ത്യൻ ബൗളേഴ്സ് മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തു പറയാൻ, ന്യൂസിലൻഡിനെ നിലം പരിശാക്കി പോയതിന് സമമായി പോയി. കാരണം ബുംറ തിരിച്ചു വന്നു. ബുംറയുടെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അതാണ് അവസാന നിമിഷങ്ങളിൽ കണ്ടത്. ഹാട്രിക് പോലും ബുംറയ്ക്ക് ജസ്റ്റ് ഒരു ഇതിലാണ് മിസ്സായി പോയത്. ബട്ട് ഇറ്റ് വാസ് എ വെരി വെരി ടീം വർക്ക്. ബട്ട് ആസ് എ സഞ്ജൂസ് നേറ്റീവ് മാൻ വി വെരി റിയലി ഭയങ്കര സന്തോഷമുണ്ട്, വളരെ പ്രൗഡാണ്. കാരണം നമ്മുടെ സഞ്ജു വീണ്ടും സെഞ്ചുറിക്ക് വേണ്ടി കളിക്കാണ്ട് രാജ്യത്തിന് വേണ്ടി തന്നെ ആ ടീമിന് എന്ത് കൊടുക്കണമോ അത് കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി തന്നെയാണ് ക്രീസ് വിട്ട് ഇറങ്ങിയത്. അല്ലാതെ നമ്മളെ വിഴിഞ്ഞത്തുനിന്ന്, അതായത് ട്രിവാൻഡ്രം വിഴിഞ്ഞം, ഇവിടെ നിന്ന് ഒരു പ്ലെയർ വളർന്ന് വലുതായി വേൾഡ് കപ്പ് വരെ കളിക്കുന്നത് ഏറ്റവും നമുക്ക് അത്രയ്ക്ക് അഭിമാനമാണ്. മോസ്റ്റ്ലി എൻ്റെ റിലേറ്റീവാണ്. പക്ഷെ എന്നാലും അവൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 ആവശ്യമില്ല. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, ഇത്രയും സ്കോർ ചെയ്യുക, കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻസി കാണിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ 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 സഞ്ജുവിന്റെ കളിയും അപ്പം തന്നെ അത് തന്നെയാണ് ഇവിടുന്ന് പകർന്നു കൊടുത്തതായിരിക്കും. സഞ്ജു ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, അല്ലെങ്കിൽ ഒരു ടീമിനെ എങ്ങനെ ഒന്ന് സേഫ് ആക്കണമെന്ന അതെ ഇതിനു മുമ്പ് പ്രൂഫ് ചെയ്തിട്ടുള്ള സഞ്ജു ഇതിനു മുമ്പ് പ്രൂഫ് ചെയ്തിട്ടുള്ള IPL ഒക്കെ വന്നപ്പോൾ പ്രൂഫ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ പറയുകയാണെങ്കിൽ സെമി സഞ്ജുവിൻ്റെ കഴിവുകൊണ്ടാണ് നമ്മൾ കയറി വന്നത്. ഇപ്പോൾ ഫൈനലായിരുന്നാൽ പോലും 2026 സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് എന്ന് പറയേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ മലയാളികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്.
സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് എന്നാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. അതുപോലെ വിഴിഞ്ഞത്തുള്ള ഒരു കുട്ടിയാണ്, നമ്മളെല്ലാവരും ഫ്രണ്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ സന്തോഷം എന്താണെന്ന്. ഇതുതന്നെയാണ് സഞ്ജുവിൻ്റെ നാട്ടിലെ ഓരോ ആളുകളും പറയുന്നത്. ഇവർക്ക് കുറെ കൂടി പ്രത്യേകതയാണ് സഞ്ജു. കാരണം അവർ കുഞ്ഞിലെ മുതൽ ബോൾ എറിഞ്ഞു കൊടുത്ത് ക്രിക്കറ്റിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന ആളാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഓരോ നേട്ടവും അത് ബിഗ് സ്ക്രീനിൽ ഇത്രയും ആളുകൾക്കൊപ്പം കാണാൻ കഴിയുന്നു എന്ന് പറയുന്നതും അവർക്ക് അത്രയാണ്. അതാണ് അവർ പറഞ്ഞത്, രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കളി. അത് 3 തവണയായി 3 കളികളിലായി ഇന്ത്യയെ സേഫാക്കുന്ന തരത്തിലേക്ക് കളികൾ മാറ്റിമറിക്കാൻ കഴിയുന്ന, അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് സഞ്ജു. സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ ലഭ്യമാകണം. ഒപ്പം തന്നെ സഞ്ജു തൻ്റെ കഴിവ് ഇവിടെ തെളിയിച്ചിരിക്കുന്നു എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതാണ് സഞ്ജു പലപ്പോഴും നാട്ടിലെത്തുമ്പോഴും തൻ്റെ പഴയ കാലത്ത് തനിക്ക് പന്തറിഞ്ഞവരെയും അതോടൊപ്പം തന്നെ ഓട്ടോ ചേട്ടന്മാരെയും ഒക്കെ പല ഘട്ടത്തിലും സഞ്ജു ഓർക്കാറുണ്ട്. അത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരെന്തായാലും സഞ്ജുവിനെ തിരിച്ച് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും അഭിമാന നിമിഷമാണ് ഇന്ത്യയുടെ 2020 ലോകകപ്പ് നേട്ടമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ന്യൂസിലൻഡിനെ അതിദയനീയമായി തോൽപ്പിക്കുന്നതിൽ ആശ്ചര്യപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചത് സഞ്ജു സാംസണാണ്. അതുല്യമായ കായിക പ്രതിഭ മാത്രമല്ല, വളരെ വലിയ കായിക സംസ്കാരത്തിൻ്റെ ഉടമ കൂടിയാണ് സഞ്ജുവെന്നും സംസ്ഥാന സർക്കാർ സഞ്ജുവിനെ ആദരിക്കുമെന്നും MA ബേബി പറഞ്ഞു. ഈ അഭിമാന നിമിഷം എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാന നിമിഷമാണ്. അതോടൊപ്പം മലയാളികളുടെയും അഭിമാന നിമിഷമാണ്. കാരണം ക്രിക്കറ്റിലെ വളരെ വാശേറിയ ഒരു ലോകകപ്പാണ് T20. അതിൽ അതിദയനീയമായി ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട് അഭിമാനകരമായ രോമാഞ്ചജനകമായ ഒരു വിജയം ഇന്ത്യക്ക് നേടിയെടുക്കുന്നതിൽ എൻ്റെ ഒപ്പം നിൽക്കുന്ന ശ്രീ സാംസണിൻ്റെ പ്രിയപുത്രൻ സഞ്ജു സാംസണാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന, ആവേശം പകരുന്ന പ്രകടനം കാഴ്ചവെച്ചത്. അഭിമാന നേട്ടം കൈവരിച്ച ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇന്ത്യൻ ടീമിന്റെ അസാമാന്യമായ കഴിവും നിശ്ചയദാർഢ്യവും ഒത്തൊരുമയുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ തന്നെ കിരീടം നിലനിർത്താൻ സാധിച്ചത് മറക്കാനാകാത്ത നിമിഷമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഫൈനലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു സാംസണെയും ടൂർണമെന്റിൽ ഉടനീളം തിളങ്ങിയ ജസ്പ്രീത് ബുംറയെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. നീലപ്പടയുടെ ഈ ഉജ്ജ്വല വിജയം രാജ്യത്തിന് വലിയ ആഘോഷത്തിനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ യുവാക്കളുടെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിജയമെന്നും ടീമിലെ ഓരോ കളിക്കാരും സപ്പോർട്ട് സ്റ്റാഫും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയുടെ മകൻ മുസ്തഫ ഖമനേയിയെ തെരഞ്ഞെടുത്തു. 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തത്. ഇറാനിലെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം പുതിയ സ്ഥാനത്തിലൂടെ മുസ്തഫ ഖമനേയിക്ക് ലഭിച്ചു. ആയത്തുള്ള അലി ഖമനേയിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുസ്തഫ ഖമനേയി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അംഗീകരിക്കില്ല എന്നും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരാളാകണം പരമോന്നത നേതാവാകേണ്ടത് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടൽ വേണ്ട എന്നായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. അതേസമയം മേഖലയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 8 ഉയർന്നു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം സഭ ഇന്ന് പരിഗണിക്കും. സഭാ സമ്മേളനത്തിന് മുൻപായി NDAയും പ്രതിപക്ഷ സഖ്യ നേതാക്കളും പ്രത്യേക യോഗം ചേരും. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, പാർലമെന്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ ദിനം തന്നെ ഈ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നു. 118 പ്രതിപക്ഷ എംപിമാരാണ് ഒപ്പിട്ടുള്ളത്. എന്തായാലും പ്രമേയം പാസ്സാകില്ല. എന്നിരുന്നാൽ പോലും ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കാം എന്നുള്ളതായിരിക്കുമല്ലോ പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. ലജിൻ, തീർച്ചയായും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് തന്നെയാണ്. പ്രമേയം വോട്ടിനിട്ടാൽ പോലും പാസ്സാകില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസം ഭരണകക്ഷിക്കുണ്ട് എങ്കിൽ പോലും 10 മണിക്കൂറോളം നീണ്ട ചർച്ച ഏതായാലും ലോക്സഭയിൽ സ്പീക്കറുടെക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടക്കും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സ്പീക്കർക്കെതിരെ സഭയിൽ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും വിദേശകാര്യ
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും അതിൽ ഭാരതത്തിന്റെ നിലപാട് സംബന്ധിച്ചുമെല്ലാം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേകം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 1ാം ഘട്ടം നമുക്കറിയാം ബജറ്റിന്മേലുള്ള ചർച്ചയാണെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചകൾക്കിടയിലുമെല്ലാം തന്നെ സഭ പ്രക്ഷുബ്ധമായിരുന്നു. 8 എംപിമാരെ കേരളത്തിൽ നിന്നുള്ള എംപിമാരുൾപ്പെടെ 8 എംപിമാരെ സഭയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രതിഷേധിച്ചതിന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷനെതിരെയുള്ള പ്രതിഷേധം, ഒപ്പം വിവിധ വിഷയങ്ങൾ, അത് പശ്ചിമേഷ്യൻ സംഘർഷവും ഒപ്പം ഊർജ്ജ പ്രതിസന്ധിയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ സഭയിൽ ഉയർത്തിക്കൊണ്ട് ഈ സഭാ സമ്മേളന കാലയളവും പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്ന് മനസ്സിലാക്കുന്നു. സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് NDAയുടെയും ഒപ്പം പ്രതിപക്ഷ സഖ്യത്തിന്റെയും എല്ലാം നേതാക്കൾ പ്രത്യേകം യോഗം ചേരുന്നുണ്ട്. ഈ സഭാ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം തന്നെയായിരിക്കും. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ച ലോക്സഭയിൽ നടക്കും. പ്രമേയം പാസ്സാകില്ല എന്നതിൽ പോലും വളരെ കടുത്ത ചർച്ചകൾ പാർലമെന്റിന് വേദിയാകും. ജിഷ്ണു, ഒരു കാര്യം കൂടി, സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള BJP സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് ഏകദേശം ഒരു ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ഇന്നിതാ നിർണായക യോഗം ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. ഈ 100 സീറ്റിലോളം BJP മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ലിജിൻ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തും. ആ പ്രഖ്യാപനത്തിന് മുൻപായി തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ചർച്ചകളിലാണ് മുന്നണികൾ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. BJPയുടെ യോഗത്തിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവും പാലക്കാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചത്. അതായത് സംസ്ഥാനത്ത് നടന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലും ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് പ്രഭാരി വിനോദ് താവഡയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യോഗങ്ങളിൽ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശ ധാരണയായിട്ടുണ്ട്. അന്തിമ പട്ടികയുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തുന്നത്. V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ഡൽഹിയിലെത്തുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും നടത്തുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബോർഡിന് മുൻപിലേക്ക് സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം വെക്കുകയും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു ധാരണയിലേക്ക് എത്തുകയുമാണ് BJP നേതാക്കളുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ നിർണായകമായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കോൺഗ്രസ് ന്യൂഡൽഹിയിൽ ചേരുന്നുണ്ട്. ലിജിൻ. ശരി ജിഷ്ണു, എന്തായാലും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPയുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. അതിൽ LDFും കോൺഗ്രസും ഉണ്ട്. ഇരു വിഭാഗങ്ങളിലും ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന കേരള കോൺഗ്രസ് നിലപാട് UDFിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കീറാമുട്ടിയായി തുടരുകയാണ്. അതേസമയം LDFിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് BJP നേതാക്കളിൽ നിന്ന് ഡൽഹിയിലെത്തും. വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ മുന്നണികൾ മുന്നോട്ട് പോകുന്നത്? ലിജിന്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് പാർട്ടികൾക്കിടയിൽ തന്നെ ഒരു ഏകദേശ ധാരണ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ചില സീറ്റുകളിൽ മാത്രം ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അവ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം കോൺഗ്രസിന്റെ തന്നെയാണ്. കോൺഗ്രസ് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടാണ് 10 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത്. ഇത്തവണ 8 സീറ്റുകൾ നൽകാം എന്നാണ്. ആദ്യം 7 സീറ്റുകളും പിന്നീട് ഇപ്പോൾ 8 സീറ്റുകൾ വരെ നൽകാം
നൽകാമെന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 8 സീറ്റുകൾ ഒരു പക്ഷേ കേരള കോൺഗ്രസ് സമ്മതിച്ചേക്കുമെങ്കിലും സീറ്റുകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുക. ഇടുക്കിയും കുട്ടനാട് ഉൾപ്പെടെയുള്ള സീറ്റുകൾ വിട്ടു നൽകണം എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ഇടുക്കി സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും നേരത്തെ അവരുടെ 10 സീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന ഒരു കാര്യത്തിൽ ഒരു അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതേ സമയത്ത് തന്നെ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മട്ടന്നൂർ ഒഴികെ RSPയുമായുള്ള 4 മണ്ഡലങ്ങളിലെ സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട് എന്നാണ്. അതേ സമയത്ത് തന്നെ RSPയുടെ ഇരവിപുരത്തുള്ള സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി ജനകീയനല്ല എന്നൊരു ആവശ്യം അവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തന്നെ അറിയിച്ചിട്ടുണ്ട്. കത്ത് മുഖാന്തരം തന്നെ അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന ആവശ്യമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മട്ടന്നൂരിന് പകരം ഒരു സ്ഥലം കണ്ടെത്താനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫോർവേഡ് ബ്ലോക്കിൻ്റെ ആവശ്യം കൊല്ലം സീറ്റാണ്. എന്നാൽ കൊല്ലം സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം CMPയും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഓരോ സീറ്റ് അത് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ഓരോ സീറ്റുകളിൽ മത്സരിക്കുന്നതാണ്. അക്കാര്യത്തിൽ അവർ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ഉള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഏകദേശം തയ്യാറായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകളും അതുപോലെ തന്നെ സിറ്റിംഗ് MLAമാരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളുമൊക്കെയാണ് ഇന്ന് VD സതീശനും അതുപോലെ തന്നെ KPCC സെക്രട്ടറി ആയിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെ പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് ഇന്ന് വൈകിട്ട് യാത്രയാകുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നാളെ ഡൽഹിയിലുണ്ടാവും. അത്തരത്തിൽ സീറ്റിൽ ഏകദേശ ധാരണ കഴിഞ്ഞ ദിവസം തന്നെ ഇത് AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള മസൂദൻ മിശ്രയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഏകദേശ ധാരണ സീറ്റുകളുടെ എണ്ണവുമായി ഇവർ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നതും. അതേ സമയത്ത് തന്നെയാണ് CPIയുടെ സീറ്റിൽ ധാരണയായിരിക്കുന്നു. 25 സീറ്റുകളിൽ CPI മത്സര രംഗത്തുണ്ടാകും. കഴിഞ്ഞ തവണയും 25 സീറ്റുകളിലാണ് മത്സരിച്ചത്. ടൈസനാണ് പ്രതിപക്ഷ നേതാവിനെതിരെ മത്സര രംഗത്തേക്ക് ഉണ്ടാവുക എന്ന കാര്യവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തു. 25 സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഇവയുടെ LDFിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ ലിസ്റ്റും പ്രഖ്യാപിക്കും. ശരി, എന്തായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുകയാണ് മുന്നണികളിൽ. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യത്തിലൂടെ പ്രശസ്തമായ ബേപ്പൂർ മണ്ഡലം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. PV അൻവർ, PA മുഹമ്മദ് റിയാസ് മത്സരത്തിന് കളമൊരുങ്ങുന്നതോടെ ബേപ്പൂർ സംസ്ഥാനത്തെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നു. അതേസമയം മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് BJP ഉള്ളത്. 1980 മുതൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച മണ്ഡലമാണ് ബേപ്പൂർ നിയമസഭാ മണ്ഡലം. 1991 ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനായി കോൺഗ്രസ് ലീഗ് BJP കൂട്ടുകെട്ടിൽ കോലീബി സഖ്യമെന്ന രാഷ്ട്രീയ പരീക്ഷണം നടന്നത്. ആ പരീക്ഷണ വേദി കൂടെയായിരുന്നു ബേപ്പൂർ. PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ എത്തിയതോടെ മറ്റൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടെയാണ് ബേപ്പൂർ സാക്ഷിയാകാൻ പോകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് കോൺഗ്രസിലെ ആദം മുൽസിക്കെതിരെ 28,747 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് ഇവിടെ നിന്നും വിജയിച്ചത്. അതേസമയം UDF അന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ 2016 VKC മുഹമ്മദ് കോയ മികച്ച വിജയം കാഴ്ചവെച്ചു. ബേപ്പൂർ മണ്ഡലം LDFിൻ്റെ ഉറച്ച കോട്ടയാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ലീഡ് നോക്കുമ്പോൾ LDFന് ഇത്തവണ 2000-ൽ താഴെ മാത്രമേ ലീഡുള്ളൂ. ഇതിനെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിൽ PV അൻവർ 1.5 മാസത്തിലധികമായി മണ്ഡലത്തിൽ സജീവമായുണ്ട്. കൊട്ടിഘോഷിക്കപ്പെട്ട തരത്തിലുള്ള ഒരു വികസനവും ഈ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഫിഷർമാൻ്റെ ഒരു നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും കണ്ണോടിച്ചിട്ട് പോലുമില്ല. കുടിവെള്ള പ്രശ്നം പോലും പരിഹരിക്കപ്പെട്ടില്ല. ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പോവുകയാണ്. അതിലെന്തെങ്കിലും ചെറിയൊരു ബ്രേക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് 2 ദിവസം 3 ദിവസം 4 ദിവസം വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഒരു സർക്കാർ കോളേജില്ല, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ഒരു ഇതിനാവശ്യമായൊരു പാരലൽ എഡ്യൂക്കേഷണൽ സിസ്റ്റങ്ങളില്ല, പോളിടെക്നിക്കില്ല. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഫിഷറീസാണ്. പിന്നെ മറൈനാണ്. 1400കളിൽ ബേപ്പൂർ പോർട്ട് സജീവമാണ്. ഇതിലൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാലോ 100 കണക്കിന് ഏക്കർ ഭൂമി സർക്കാർ എക്വയർ ചെയ്തിട്ടത് കിൻഫ്രയുടെ കയ്യിലായിട്ട് മറ്റു ഫിഷറീസിൻ്റെ കയ്യിലായിട്ട് ഈ മണ്ഡലത്തിലുണ്ട്. എല്ലാം അൺയൂട്ടിലൈസ്ഡായി കിടക്കുകയാണ്.
ബേപ്പൂരിൽ വർഷങ്ങളായി ജയിച്ചിട്ടും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെന്നാണ് UDFന്റെ പ്രചരണായുധം. ചാലിയം, ജങ്കാർ, ബേപ്പൂർ പോർട്ട് തുടങ്ങി ജനങ്ങൾ ഉന്നയിക്കുന്ന വികസന പ്രതിസന്ധികളിലൂന്നിയാണ് PV അൻവർ പ്രചരണം നടത്തുന്നത്. എന്നാൽ മന്ത്രി എന്ന നിലയിൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്, ഫറോക്ക് പാലം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മലബാർ ടൂറിസത്തിൻ്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ്. ആ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരം കടുപ്പിക്കാനൊരുങ്ങുകയാണ് BJP. ബേപ്പൂർ വളരെ ഗൗരവത്തോടു കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ പ്രഥമ പരിഗണന നൽകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് ബേപ്പൂരിനെയും പരിഗണിച്ചിട്ടുള്ളത്. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല ഈ തവണ ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത്. ഇപ്രാവശ്യം BJP ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും BJP ഈ പ്രാവശ്യം മത്സരിക്കുന്നത് ജയിക്കാനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ എന്താ പറയുക, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ മുദ്രാവാക്യം യാഥാർത്ഥ്യമാവും എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ബേപ്പൂർ വളരെ പുറകിലാണ്. സാധ്യതകളേറെയാണ്. ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളേറെയാണ്. പക്ഷേ ആ സാധ്യതകളൊന്നും തന്നെ പ്രയോജനപ്പെടുത്താൻ പിന്നീട് കാലയളവിൽ ഈ മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനം എന്ന ആശയം തന്നെയാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലും ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. 1991 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തെ കോലി സഖ്യം കുപ്രസിദ്ധമാണ്. അന്ന് ബേപ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടിയെ 6000-ലധികം വോട്ടുകൾക്കാണ് TK ഹംസ പരാജയപ്പെടുത്തിയത്. അതായത് ബേപ്പൂർ കടവിൻ്റെ കാറ്റ് എങ്ങനെയൊക്കെ ദിശ മാറ്റാൻ ശ്രമിച്ചാലും ആടിയുലയാത്ത കപ്പലായി ഉറച്ചുനിന്ന് ഇടതുപക്ഷം കരുത്തുകാട്ടുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF. എന്നാൽ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് 2016-ൽ PV അൻവർ ആദ്യമായി നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് ഇളകാത്ത കോട്ടകളില്ലെന്നാണ് അൻവറിൻ്റെ പക്ഷം. മണ്ഡലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആവർത്തിക്കുമോ എന്ന ഭയം LDFനുണ്ട്. എന്നാൽ അടിയുറച്ച പരമ്പരാഗത വോട്ടുകളുടെയും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും കരുത്തിൽ ബേപ്പൂരിൽ നങ്കൂരമുറപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതുപക്ഷം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കിലോമീറ്ററുകളോളം കാൽനടയായി നടന്ന് വീട് വീടാന്തരം നോട്ടീസുകൾ വിതരണം ചെയ്ത് വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ ഓർമ്മകളാണ് മുൻമന്ത്രി PK ഗുരുദാസിന് പങ്കുവയ്ക്കാനുള്ളത്. BS സർക്കാരിന്റെ കാലത്ത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ത് 5 വർഷക്കാലം ഒറ്റ ആരോപണം പോലും നേരിടാതെ പടിയിറങ്ങേണ്ടി വന്നതിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും PK ഗുരുദാസൻ പറയും. PS അച്യുതാനന്ദൻ്റെ കാലത്ത്, സർക്കാരിൻ്റെ കാലത്ത് എക്സൈസ് തൊഴിൽ മന്ത്രിയായിരുന്ന CITU നേതാവ് കൂടിയായിരുന്ന ശ്രീ PK ഗുരുദാസൻ 2024 ഒരു പ്രധാന തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ സാറിൻ്റെയൊക്കെ കാലത്ത് അന്നുണ്ടായിരുന്ന ഒരു നിയമസഭ തെരഞ്ഞെടുപ്പും പ്രചാരണവും ഒക്കെ എങ്ങനെയായിരുന്നു സാർ? അന്ന് ചെറുപ്പക്കാരെല്ലാം വീട് തോറും കയറി ഇറങ്ങി അമ്മമാരുടെ അടുത്തും സഹോദരന്മാരുടെ അടുത്തും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇടതുപക്ഷത്ത് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് അങ്ങനെ ഇടതുപക്ഷത്തെ പ്രധാന ശക്തിയായിട്ട് കേരളത്തെ തിരുവച്ചേരി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരുപാട് നടന്ന് ആണ് യോഗങ്ങൾക്കൊക്കെ പോകുന്നത്. ഒരു ചാത്തൻ്റെ ഒരു യോഗം ഉണ്ടെങ്കിൽ പലവരും നിങ്ങൾ നടന്നു പോകും. പാരിപ്പള്ളി യോഗം ഉണ്ടെങ്കിൽ പലവരും നടന്നു പോകും. കൊല്ലത്തെ യോഗത്തിന് ചിലപ്പം നടന്നു പോകും. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ താണ്ടി ആ യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത് അങ്ങനെയാണ് പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. 2006 കൊല്ലത്ത് RSP ഇങ്ങനെ തോറ്റ് നിൽക്കുകയാണ്. സീറ്റെല്ലാം പോകണം അവർക്ക്. കൊല്ലം മണ്ഡലത്തിൽ ഒരിക്കലും അവർ ജയിക്കുന്നില്ല. അങ്ങനെ അവർ തന്നെ പറഞ്ഞു, ഗുരുദാസൻ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് കൊല്ലം തരാം. അങ്ങനെ ഞങ്ങൾ പാർട്ടിയിൽ ആലോചിച്ച് എനിക്ക് കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അനുവാദം കിട്ടി. മത്സരിച്ച് ഞാൻ ജയിച്ചു. എൻ്റെ വീട് പരൂരാണ്, പക്ഷേ കൊല്ലത്ത് ഞാൻ ജയിച്ചു. രണ്ടാമതൊരു പ്രാവശ്യം കൂടി മത്സരിച്ച് രണ്ടാമത് ജയിച്ചു. അപ്പോൾ എനിക്ക് വയസ്സ് 80 ആയി. പിന്നെ മത്സരിക്കേണ്ടെന്ന് വെച്ചു.
ഇടുക്കിയുടെ വികസന വഴിയിലെ ചരിത്രമാവുകയാണ് മലയോര ഹൈവേ. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെ 40 കിലോമീറ്റർ ദൂരം 235 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇടുക്കിയിൽ ലോകോത്തര നിലവാരത്തിലുള്ള പാത നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാണ് LDF സർക്കാർ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കിഫ്ബി വഴി കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ 235 കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള 40.05 കിലോമീറ്റർ നിർമ്മിച്ചത്. ഇടുക്കി പീരുമേട് നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ അന്തർ സംസ്ഥാന ഗതാഗതത്തിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനും ഏറെ പ്രയോജനപ്പെടും. കട്ടപ്പന നഗരസഭ കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഏലപ്പാറ പഞ്ചായത്തുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. BMBC 9 മീറ്റർ വീതിയിൽ ടാർ ചെയ്ത പാതയുടെ ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിൽ ഐറിഷ് ഓടകളും നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ ടൈൽ വിരിക്കൽ, ഡ്രെയിനേജ് സംവിധാനം, കലുങ്കുകൾ, സംരക്ഷണ ഭിത്തികൾ എന്നിവയ്ക്ക് പുറമെ റോഡ് മാർക്കിംഗ്, ക്രാഷ് ബാരിയർ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും പാതയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ വിലയിരുത്തുമ്പോഴോ ഇത് വലിയ തോതിലുള്ള മാറ്റത്തിനിടം കൊടുക്കുക. മിലൻ സോമൻ്റെ ഈ ഹിൽവേ റണ്ണ് കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോഴും ഇത് എത്രത്തോളം പ്രകൃതി ഭംഗി ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് ലോകത്തെമ്പാടുള്ള ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഹൈറേഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എത്ര വർഷത്തെയാണ് നമ്മൾ ഓവർകം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊരു വഴി രൂപപ്പെട്ടു വരണമെങ്കിൽ സ്വാഭാവിക നടപടി അനുസരിച്ചൊരു ഗവൺമെൻറ്റുകൾക്ക് എത്ര വർഷത്തെയും എത്ര കാലഘട്ടത്തിനെയും പരിശ്രമം വേണ്ടി വരും. ഇപ്പോൾ കിഫ്ബി ധനസഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് ദൃശ്യമാകാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടു. അക്കാര്യങ്ങളിലെല്ലാം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഭൂതകാലം എടുത്ത് പരിശോധിക്കാം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാനത്ത് വന്ന് ഇന്ന് രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ പ്രായമുള്ളൊരു ചേട്ടനായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഈ കോടമഞ്ഞും സാഹചര്യങ്ങളും പണ്ട് ആൾക്കാർ കാണാൻ വരുന്ന അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒന്ന് വിലയിരുത്തപ്പെടുകയുണ്ടായി. അന്നോട് പറഞ്ഞൊരു കാര്യം, ഈ ചപ്പാത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് മുകളിലേക്ക് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരണമെങ്കിൽ ഈ ഒന്നേ കസേരയിലല്ല മഞ്ചലിലൊക്കെ കെട്ടിച്ചുമന്നുകൊണ്ട് വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല ദുർഘടമായ റോഡിലൂടെ പ്രത്യേകിച്ച് ജീപ്പാണല്ലോ, 4 വീൽ ജീപ്പ് സംവിധാനത്തിൽ കൂടിയൊക്കെയാണ് അവിടെ നിന്നെല്ലാം വണ്ടി ഇറങ്ങി വന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ. ഇപ്പോൾ 40 കിലോമീറ്റർ ദൂരം ഏകദേശം 35-40 മിനിറ്റ് കൊണ്ട് കട്ടപ്പന എത്താൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസത്തെ യാത്രയാണെന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം പോയി മടങ്ങി വരവ് തന്നെ അസാധ്യമാണെന്ന് പറയുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് രാവിലെ പോയാൽ 8 മണിക്ക് മുമ്പ് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 3.5-4 മണിക്കൂറിനകം തിരുവനന്തപുരത്ത് എത്തുക. അല്ലെങ്കിൽ കോട്ടയത്തേക്ക് ഒരു ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് രോഗിയെ കൊണ്ടുവരുമ്പോൾ സമയം എടുക്കും. അപ്പോൾ ഈ നിലയിലുള്ള മാറ്റങ്ങൾ കാണാൻ കഴിയുന്ന അഭൂതപൂർവമായ മാറ്റങ്ങളിൽ പെട്ടെന്ന് ദൃശ്യമായ ഒരു നേട്ടമാണ് ഈ മലയോര ഹൈവേയുടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ച് റീച്ച്. ഇനി ഇതിൻ്റെ കട്ടപ്പന മുതൽ പുളിയമലക്കുള്ള റീച്ചും കൂടി ഇപ്പോൾ ആരംഭിക്കാൻ പോവുക. 46 കോടി രൂപ അതിൻ്റെ ഭരണാനുമതി കൊടുത്ത് ഇനി ടെക്നിക്കൽ സെക്ഷനിലേക്ക് പോയി ആ നിർമ്മാണം കൂടി നമുക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ മനോഹരമായൊരു അന്തരീക്ഷം കാണാൻ കഴിയും. ഇതിനോടനുബന്ധമാണ് കട്ടപ്പനയും തേനിക്കുള്ള തുരങ്കപ്പാത. വലിയൊരു കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലല്ലേ. ഇപ്പോൾ വയനാട് തുരങ്കപ്പാത വന്ന സമയത്ത് നമ്മുടെ ദൃശ്യം എന്തായിരുന്നു, ഒക്കെ ആരംഭിക്കാൻ കഴിയുമോ എന്നൊക്കെ ആശങ്ക പ്രകടിപ്പിച്ച കാലഘട്ടം തന്നെ ഓർക്കുന്നുണ്ട്. തുടങ്ങിയല്ലോ, അത് യാഥാർത്ഥ്യമാകാൻ പോവല്ലേ. ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഇത്തരം നേട്ടങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 10 കോടി രൂപയാണ് അതിന് പഠനത്തിന് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എവിടെ നിന്ന് എങ്ങനെയായിരിക്കണം, ബുദ്ധിമുട്ടുകളുണ്ടോ, ഇതെല്ലാം പരിശോധിക്കില്ല. ആ പരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ദർശിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഹൈറേഞ്ചിലുണ്ടാവും. അതിനൊരു തുടക്കം എന്നുള്ള നിലയിൽ വലിയ തോതിലുള്ള ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇന്നത്തെ ഈ മലയോര ഹൈവേയുടെ ഈ റീച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത്. ഗതാഗത രംഗത്ത് ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്ന ഇടുക്കിയുടെ ചിരകാല സ്വപ്നമാണ് മലയോര ഹൈവേയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ
പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര വിനോദസഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതാണ്. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിൽ മലയോര ഹൈവേ വലിയ പങ്കാണ് വഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ തീരുമ്പം നമ്മുടെ നാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഫ്ബിയുടെ സഹായത്തോടു കൂടി ഈ 3 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പീരുമേട് നിയോജക മണ്ഡലത്തിൻ്റെ കുട്ടിക്കാനം പ്രദേശത്തു നിന്നാണ് ആരംഭിക്കുന്നത്. പണ്ടിത് പീരുമേട് ദേവികുളം റോഡിൻ്റെ ഭാഗമായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് റോഡ് എത്തിച്ചേരുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് ധാരാളമായിട്ടുള്ള ഒരു സഞ്ചാരികളെ എത്തിക്കുന്നതിനുള്ള ഒരു മികച്ച റോഡ് സംവിധാനങ്ങളാണല്ലോ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം മെച്ചപ്പെട്ട റോഡ് സൗകര്യങ്ങളുണ്ടായപ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കാണെങ്കിലും സമയലാഭം, നമുക്ക് എക്കണോമി എന്നുള്ള നിലയിൽ പോലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പോലും വലിയ സപ്പോർട്ട് ചെയ്യത്തക്ക തരത്തിൽ ഈ റോഡിൻ്റെ ഒരു പൂർത്തീകരണം കൊണ്ട് മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെ ഒരു സഹായത്തോടു കൂടി നാളെങ്ങും ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വികസനമൊക്കെ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. ലഭ്യമാകുന്ന ചെറിയ പൈസ കൊണ്ട് ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും റോഡുകളൊക്കെ നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ MLA-മാർക്കാണെങ്കിലും MP-മാർക്കാണെങ്കിലും ഒക്കെ ചില പരിമിതികളുണ്ടായിരുന്നു. നമുക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ വിഭവങ്ങളുടെ ലഭ്യത വളരെ കുറവായിരുന്നു. ആ ഒരു വിഭവ ലഭ്യതയെ കുറവിനെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട്. എത്രയോ മെച്ചപ്പെട്ട സ്കൂളുകളുണ്ടായി, എത്രയോ മെച്ചപ്പെട്ട ആശുപത്രികളുണ്ടായി, റോഡുകളുണ്ടായി, കുടിവെള്ള പദ്ധതികളുണ്ടായി, എത്രയോ ഇൻഡസ്ട്രികൾ, വ്യവസായങ്ങൾ, മാതൃകാപരമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന എത്രയോ വ്യവസായ പദ്ധതികളുണ്ടായി. അങ്ങനെ കിഫ്ബിയുടെ പ്രവർത്തനം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയുടെ ഒരു സമഗ്ര വികസനത്തിന്, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കിഫ്ബിയുടെ പ്രവർത്തനം കൊണ്ടും ഇടപെടൽ കൊണ്ടും സഹായമായിട്ടുണ്ട്. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലന്ദ് സോമൻ നയിച്ച ഹിൽ ഹൈവേ റണ്ണിലൂടെയാണ് മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നടന്നത്. മലയോര ഹൈവേയുടെ അടുത്ത റീച്ച് കട്ടപ്പന മുതൽ പുളിയന്മല വരെയാണ്. ഇതിന്റെ നിർമ്മാണവും ആരംഭിച്ചു. പുളിയന്മലയിൽ നിന്ന് മൂന്നാർ, തേക്കടി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും ഇനി സുഗമമാകും. ഇടുക്കിയുടെ വളർച്ചയിൽ നാഴികക്കല്ലായി മാറുകയാണ് മലയോര ഹൈവേ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഓരത്താണ്. നമുക്കേവർക്കും അറിയാം, കേരളത്തിൻ്റെ സമീപകാല മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ദൃശ്യമാണ് മലയോര ഹൈവേ. 134 കോടി രൂപ കിഫ്ബിയിലൂടെ ഉപയോഗിച്ച് 42 കിലോമീറ്റർ, ഏലപ്പാറ കുട്ടിക്കാനം ചപ്പാത്ത് 20 കിലോമീറ്ററും ചപ്പാത്ത് ടു പുളിയമ്മല 22 കിലോമീറ്ററുമായി 2 റീച്ചുകളിലായുള്ള പ്രവർത്തനത്തിൽ കട്ടപ്പന വരെയുള്ള ഭാഗങ്ങളുടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് പോലും വിവിധ ലോകത്തെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരു 500 പേരെങ്കിലും കാണും. വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയി. അവിടെയെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ള ലോകോത്തര നിലവാരം, BMGC നിലവാരമുള്ള റോഡാണ് തിന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പാതയോരത്ത് നിൽക്കുമ്പോൾ സുഗമമായി യാത്ര നടത്തുന്ന 100 കണക്കിന് വാഹനങ്ങളാണ്. ഒരുപക്ഷേ ഇടുക്കിക്കാർക്കും കട്ടപ്പനക്കാർക്കും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ഇവിടുത്തെ ഇടുക്കിയുടെ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും നടത്തിയിട്ടുള്ള നിർണായകമായ ഇടപെടലാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് ഈ നിലയ്ക്ക് മലയോര ഹൈവേ വരാൻ സാധ്യമായത്. ഇത് ഈ നാട്ടിലെ ഭാവി തലമുറയ്ക്ക് അവരുടെ കാർഷിക വാണിജ്യ മേഖലയിലെ വലിയ പുരോഗതിക്ക് ഉള്ള ഒന്നായി മാറുകയാണ്. ഇതിൽ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നാക്ക ജില്ലയെന്ന അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെ പടവുകൾ കയറുകയാണ് ഇടുക്കി. കിഫ്ബിയുടെ കരുത്തിൽ മലനാടും വളരുന്നു. കുഴികൾ നിറഞ്ഞ ദുർഘടപാതകളുടെ കാലം കഴിഞ്ഞു. വികസനത്തിന്റെ സുവർണ പാതകളിലൂടെയാണ് ഇപ്പോൾ ഇടുക്കിയുടെ യാത്ര. മലയോര ഹൈവേയിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാവുകയാണ്.
അമൃത ന്യൂസ്, ഇടുക്കി. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. വൈപ്പിനിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ MLA അടക്കമുള്ള അധികൃതർക്ക് പരാതി നൽകി മടുത്തതോടെയാണ് പുതിയ നീക്കം. വൈപ്പിൻ ജനതയുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 2 ജലസംഭരണികൾ നിർമ്മിച്ചെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. കൊച്ചി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദ്വീപ് പ്രദേശമാണ് വൈപ്പിൻ. ചുറ്റും വെള്ളമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ശുദ്ധജലമില്ല. വൈപ്പിൻ ജനതയുടെ കുടിവെള്ള പ്രശ്നം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ലോറിക്ക് പൈസ കൊടുത്ത് 1300 രൂപ കൊടുത്താൽ ഞങ്ങൾ വെള്ളം അടിക്കണേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ കഷ്ടപ്പെടണേണ്. അപ്പൊ എന്താണ് കുളിക്കണ്ട, കുടിക്കാൻ വേണം, ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ വേണം. ഇത് വെള്ളം കിട്ടണില്ല. 1974 പൈപ്പ് എടുത്തതാണ് ഞാൻ. ഇന്നേ വരെ തനിയെ വെള്ളം വന്നിട്ടില്ല ആ പൈപ്പിൽ. വൈപ്പിനിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 2 കുടിവെള്ള സംഭരണികൾ നിർമ്മിച്ച് ഉദ്ഘാടനവും കഴിഞ്ഞു. ഞാറക്കല്ലിലും മുരുക്കമ്പാടത്തുമായാണ് ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മന്ത്രി MB രാജേഷാണ് 2 വർഷം മുമ്പ് ഞാറക്കല്ലിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ടാങ്കുകൾ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഞാറക്കൽ, നായരമ്പലം പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായിട്ട് ഞാറക്കൽ പണിത വാട്ടർ ടാങ്ക് 6 കോടിയോളം രൂപ മുടക്കിയാണ്. ഇതുവരെ അതിൽ വെള്ളം മന്ത്രി MB രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. അതിൽ വെള്ളം നിറച്ചിട്ടില്ല. അതേപോലെ മുരുക്കുംപാടത്ത് 4 കോടിയോളം രൂപ മുടക്കി പണിത വാട്ടർ ടാങ്കിലും വെള്ളം നിറച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് എന്തിനും ഏതിനും ശുദ്ധജലം വേണം. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, സാംക്രമിക രോഗങ്ങൾ വരുന്നു. കാരണം കുഴിച്ചാൽ നല്ല വെള്ളം, കുടിക്കാൻ പറ്റാത്ത വെള്ളം പോലും കിട്ടാൻ പറ്റാനല്ലോ, എല്ലാ വെള്ളവും ഉപ്പാണ്. അധികൃതർക്ക് പരാതി നൽകിയും സമരങ്ങൾ നടത്തിയും ജനങ്ങൾ മടുത്തു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണമെന്ന കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇലക്ഷൻ ചിലപ്പോൾ ആളുകൾ വോട്ട് ബഹിഷ്കരിക്കും ഈ രീതിയിൽ വന്നാൽ. കാരണം അടിസ്ഥാന സൗകര്യമാണ് വെള്ളം. ഈ വെള്ളം ഞങ്ങൾക്ക് ലഭ്യത കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. അത് പലതരത്തിലുമായിരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. നെടുമങ്ങാട് ആര്യനാട് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 മരണം. കുളപ്പട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സമീപം രാത്രി 10:45ഓടെയായിരുന്നു അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് 3 പേര് മരിച്ചിരുന്നു. 2 പേർ സംഭവ സ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹങ്ങൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഉടമലക്കൽ സ്വദേശികളായ ശ്രീലാൽ, ബിനോയ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇതിൽ ശ്രീലാൽ കാപ്പ കേസിലെ പ്രതിയാണ്. 3 ദിവസത്തെ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിനെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നേരെ കൊൽക്കത്തയിൽ കരിങ്കൊടി പ്രതിഷേധം. കൊൽക്കത്ത വിമാനത്താവളത്തിന് പുറത്തായിരുന്നു സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ബംഗാളിലെത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിന്റെയും സുരക്ഷയുടെയും ചുമതലയുടെ ഉദ്യോഗസ്ഥരുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വ്യാപാരം ആരംഭിക്കുക? എന്താണ് വിവരം? വലിയൊരു നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. മുൻനിര സൂചിയായി നിഫ്റ്റി 24,000 എന്ന നിലവാരത്തിന് താഴേക്ക് നീങ്ങിയേക്കും. ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രതീക്ഷിക്കണം. എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ് ഇപ്പോൾ വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഉൽപ്പാദനം ഗണ്യമായ തോതിൽ വെട്ടിക്കുറച്ചതാണ് എണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. ഏതാണ്ട് 20% ഉയർച്ചയാണ് ഒരു ദിവസം തന്നെ എണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് $111 ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യയെ പോലുള്ള ഒരു എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, ഏതാണ്ട് ഉപഭോഗത്തിന് 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് എണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വർധനവ് രാജ്യത്ത് പണപ്പെരുപ്പത്തെയും സാമ്പത്തിക അവസ്ഥയും ബാധിച്ചേക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഈ ഒരു വലിയൊരു വിൽപ്പന വിപണിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നത്. ആ രീതിയിലായിരിക്കും വിപണിയിലെ നീക്കങ്ങളും. തുടർന്നും ഏതെങ്കിലും തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സമാധാന അന്തരീക്ഷമോ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരു സമവായമോ ഉരുത്തിരിയാത്ത പക്ഷം ഈ ഒരു നിലപാട് തുടരും. ശരി, അതാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. കൊല്ലം ആദിച്ചനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വിശാല ഹിന്ദു സംഗമം നടന്നു. മൈലക്കാട് തുലവിള ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങുകൾ അമൃതപുരി ആശ്രമത്തിൽ നിന്നുള്ള ബ്രഹ്മചാരി വിശ്വേശ്വരാമൃത ചൈതന്യ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു.
ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി PS ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മൈലക്കാട് സന്തോഷ്, K മുരളി, രാജീവ് കുമാർ, കലാ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ പോയി മനുഷ്യജീവിതം വ്യർത്ഥമാകുമ്പോൾ ആധ്യാത്മിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ജന്മസാഫല്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് ബ്രഹ്മചാരി വിശ്വേശ്വരാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. നൽകുക വഴി നേടുക എന്ന പ്രമേയത്തിൽ അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. എറണാകുളം ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ DFO KR വീണാദേവി മുഖ്യാതിഥിയായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം ഡീനും ഡയറക്ടറുമായ ഡോക്ടർ U കൃഷ്ണകുമാർ, ഫോറൻസിക് ഫോട്ടോഗ്രാഫർ VV ബിന്ദു കൊടുങ്ങല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സാംസ്കാരിക തന്ത്രജ്ഞയും ഇന്ത്യൻ ക്ലാസിക്കൽ നർത്തകിയുമായ പ്രൊഫസർ ഡോക്ടർ മാനസി രഘുനന്ദൻ, ബംഗളൂരു സോൾ ഓഫ് മ്യൂസിക് അക്കാദമി സ്ഥാപക രാധിക സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അശ്വതി S, വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി രവീന്ദ്രൻ, അപർണ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പോസ്റ്റർ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. നടി ലെനയുടെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങുന്നു. വുമൺ ഓപ്പോസ് എന്ന പേര് നൽകിയിരിക്കുന്നു. പുസ്തകത്തിന്റെ കവർ ഗഗൻയാൻ ദൗത്യ തലവനും ലെനയുടെ ഭർത്താവുമായ ക്യാപ്റ്റൻ പ്രശാന്ത് B നായർ പ്രകാശനം ചെയ്തു. DC ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കുന്നത്. മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ലെനയുടെ പുതിയ പുസ്തകമായ വുമണോപോസ് ചർച്ച ചെയ്യുന്നത്. മെനോപോസ് എന്നതിന് പകരം ലെന തന്നെ ഉണ്ടാക്കിയ വാക്കാണ് വുമണോപോസ്. ആദ്യ പുസ്തകമായ ദൈവത്തിന്റെ ആത്മകഥ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത P പ്രകാശ് തന്നെയാണ് പുതിയ പുസ്തകവും തർജ്ജമ ചെയ്യുന്നത്. അമ്മയ്ക്കാണ് ലെന തന്റെ പുസ്തകം സമർപ്പിക്കുന്നത്. പെരിമെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾ ഏകദേശം 15-20 വർഷം അവരുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്നൊരു ഘട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്നതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം, അഡോളസൻസ്. അതേപോലെ ഒരു സ്ത്രീ നേരിടുന്ന ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഈ ബുക്കിൽ വിമനസെൻസ് എന്നാണ്. മെഡിക്കൽ സൈഡിലുള്ള ഇൻഫർമേഷൻ പരമാവധി ഈ ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ച്വൽ ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി ലെറ്റേഴ്സിലൂടെ വായനക്കാർക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. സോ ദിസ് ബുക്ക് വിൽ ഹെൽപ്പ് വിമൻ ആൻഡ് മെൻ ഈക്വലി. ഈ പുസ്തകത്തിന് വേണ്ട എല്ലാ പ്രചോദനവും നൽകിയത് ഭർത്താവ് പ്രശാന്ത് നായർ ആണെന്നും വനിതാ ദിനത്തിൽ തന്നെ പുസ്തകം പുറത്തിറക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആശയമാണെന്നും ലെന പറഞ്ഞു. So first of all, I would say the main intent of this book is to start a conversation. That is namki itne badi samsarke. There is nothing wrong. We should know that. So I would say Lena is not chosen by chance. She is chosen by destiny to be born in this great land of Kerala, where there is a great intellectual community, great intellectual media to spread this message so that we can have the right conversation on this very important topic. ദൈവത്തിന്റെ ആത്മകഥ എന്ന ലെനയുടെ ആദ്യ പുസ്തകത്തിന്റെ 13ാം എഡിഷനാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പുതിയ പുസ്തകം ജൂണിൽ പുറത്തിറങ്ങും. പുസ്തകത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.